ഹായ്, വെൽക്കം ടു സ്റ്റഡി വിത്ത് ഭദ്ര. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഹിന്ദി പാഠപുസ്തകത്തിലെ 4th ചാപ്റ്റർ ഹരിദ്വാർ. ഈ പാഠഭാഗം ഒരു ട്രാവലോഗാണ്. എന്നാൽ എന്താ, യാത്രാ വിവരണം. ഹിന്ദി സാഹിത്യके सुप्रसिद्ध रचनाकार भारतेंदु हरिश्चंद्र अपनी यात्राओं के लिए चर्चित रहे हैं. പ്രശസ്തനായ ഹിന്ദി സാഹിത്യകാരൻ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര തൻ്റെ യാത്രകൾ കൊണ്ട് പ്രസിദ്ധനാണ്. उन्होंने भारत के अनेक गांवों और नगरों की यात्राएं की और उनके विषय में പത്ര പത്രികാവും ലിഖാ ഭി. അദ്ദേഹം ഇന്ത്യയിലെ പല ഗ്രാമങ്ങളും പട്ടണങ്ങളും സന്ദർശിച്ചു. അതിനെക്കുറിച്ച് പത്രങ്ങളിലും മാസികകളിലും എഴുതുകയും ചെയ്തു. പ്രകൃതി, ഇതിഹാസ്, संस्कृति और पुरातत्व का अध्ययन करने में यात्राओं से उन्हें बहुत सहायता मिली. പ്രകൃതി, ചരിത്രം, സംസ്കാരം, പുരാവസ്തു തുടങ്ങിയവ പഠിക്കുന്നതിൽ യാത്രകൾ അദ്ദേഹത്തിന് വലിയ സഹായം നൽകി. വേ മാനത്തെ थे कि शिक्षा की पूर्ति पुस्तकों से ही नहीं यात्राओं से भी होती है. വിദ്യാഭ്യാസം പുസ്തകങ്ങളിലൂടെ മാത്രമല്ല യാത്രകളിലൂടെയും പൂർത്തിയാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. भारतेंदु हरिश्चंद्र सन 1871 ईस्वी में हरिद्वार की यात्रा पर गए थे. भारतेंदु हरिश्चंद्र 1871 1871 हरिद्वारिലേക്ക് യാത്ര പോയിരുന്നു. वे लिखते हैं, मेरा तो चित्त वहाँ जाते ही ऐसा प्रसन्न और निर्मल हुआ कि वर्णन के बाहर है. അദ്ദേഹം എഴുതുന്നു, ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സ് അത്ര സന്തോഷവും ശുദ്ധിയും നൈർമല്യവും നിറഞ്ഞതായി തോന്നി. ആ ഒരു അനുഭവം വിവരണം ചെയ്യാൻ പോലും കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. हरिद्वार की प्रकृति, वहाँ के पर्वतों, पक्षियों, वृक्षों और कलकल बहती गंगा, वहाँ के घाटों, लोगों, दुकानों और गंगा तट मनोरम दृश्यों को देखकर वे अति आनंदित हुए. ഹരിദ്വാറിലെ പ്രകൃതി, മലകൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, കൽക്കൽ ബഹത്തി ഗംഗ, കളകള ശബ്ദത്തോടുകൂടി ഒഴുകുന്ന ഗംഗാനദി, അവിടുത്തെ ഘാട്ടവും എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിവർ ബാങ്ക്സ്, ആളുകൾ, കടകൾ, ഗംഗയുടെ തീരപ്രദേശങ്ങളുടെ മനോഹര കാഴ്ചകൾ, അതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹം അത്യന്തം സന്തോഷിച്ചു. इस पाठ में उन्होंने कविवचन सुधा पत्रिका के संपादक के नाम पत्र लिखते हुए अपनी उसी हरिद्वार यात्रा का रोचक वर्णन प्रस्तुत किया है. ഈ പാഠത്തിൽ കവിവചൻ സുധ എന്ന മാസികയുടെ സമ്പാദക് എന്ന് പറഞ്ഞാൽ ആരാ, എഡിറ്റർക്ക് എഴുതിയ കത്തിൽ താൻ പോയ ആ ഹരിദ്വാർ യാത്രയുടെ രസകരമായ വിവരണം നൽകുന്നു. इस पत्र में प्रयुक्त हिंदी का स्वरूप लगभग 150 वर्ष पुराना है. ഈ കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹിന്ദി ഭാഷയുടെ രൂപം ഏകദേശം എത്ര വർഷം പഴക്കമുള്ളതാ? 150 വർഷം. അപ്പോൾ നമുക്ക് ഈ ഒരു മനോഹരമായ ട്രാവലോഗ് പഠിക്കുന്നതിലൂടെ ഹിന്ദി ഭാഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ആ മാറ്റങ്ങൾ, ആ പഴയകാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, അതുപോലെ തന്നെ ആ രചനാ രീതിയുടെ വ്യത്യാസം, പിന്നെ ആ സ്ഥലത്തിൻ്റെ, ഈ പുണ്യസ്ഥലത്തിനുണ്ടായ വ്യത്യാസം, അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഹരിദ്വാറിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. ഹരിദ്വാർ എന്ന് പറയുന്നത് നമ്മുടെ ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? ഉത്തരാഖണ്ഡിൽ നമുക്കറിയാം ഒരുപാട് ഈ പ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് അനുഗ്രഹീതമായ ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഡെറാഡൂൺ, നൈനിറ്റാൾ അങ്ങനെയൊക്കെയുള്ള വളരെ പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പിന്നെ മുസൂറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുസൂറിയും ഉത്തരാഖണ്ഡിലാണ്. നമുക്ക് IAS സെലക്ഷൻ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS പരീക്ഷയൊക്കെ എഴുതി സെലക്ഷൻ കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ട്രെയിനിങ് നടക്കുന്നത് ഈ ഉത്തരാഖണ്ഡിലുള്ള മുസൂറി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച് വലിയ കുട്ടികളായ IAS ഒക്കെ നേടുകയാണെങ്കിൽ ഇതുപോലെ മനോഹരമായ ഈ ഭൂമിയിലേക്ക് നിങ്ങൾക്കും പോയി അവിടെ ട്രെയിനിങ് നടത്താം, ഒപ്പം അവിടുത്തെ പ്രകൃതി ഭംഗിയും ആസ്വദിക്കാം. നമ്മുടെ ഈ പാഠഭാഗം ഒരു കത്തിൻ്റെ രൂപത്തിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആർക്കയക്കുന്ന കത്താണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര കവിവചൻ സുധ മാഗസിൻ്റെ സമ്പാദക്, എഡിറ്റർക്ക് അയക്കുന്ന ഒരു കത്താണ് ഹരിദ്വാറിനെ കുറിച്ചുള്ള മനോഹരമായ യാത്രാ വിവരണം. അപ്പോൾ എങ്ങനെയാണ് കത്ത് തുടങ്ങുന്നത്? ശ്രീമാൻ കവിവചൻ സുധ സമ്പാദക് മഹാമഹിം മിത്രവരേഷു. മഹാമഹിം എന്ന് പറഞ്ഞാൽ ഏറെ ബഹുമാന്യനായ, മിത്രവരേഷു എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ഏറെ പ്രിയപ്പെട്ട മിത്രം. ഏറെ ബഹുമാന്യനും വളരെ പ്രിയപ്പെട്ട മിത്രവുമായ
കവിവചൻ സുധ മാഗസിൻ്റെ എഡിറ്റർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംബോധന ചെയ്തിരിക്കുന്നത്. കത്ത് എങ്ങനെയാണ് തുടങ്ങുന്നത്? മുझे हरिद्वार का समाचार लिखने में बड़ा आनंद होता है कि मैं उस पुण्य भूमि का वर्णन करता हूँ जहाँ प्रवेश करने ही से मन शुद्ध हो जाता है. എന്താ പറയുന്നത്? മുझे ഹരിദ്വാർ കാ സമാചാർ ലിഖ്നെ മേ ബഡ ആനന്ദ് ഹോത്താ ഹെ. എനിക്ക് ഹരിദ്വാറിനെ കുറിച്ചുള്ള വാർത്തകൾ എഴുതുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ഉസ് പുണ്യഭൂമി കാ വർണ്ണൻ കർത്താ ഹൂँ ജഹാ പ്രവേശ് കർണേ ഹി സേ മൻ ശുദ്ധ ഹോ ജാതാ ഹെ. എങ്ങനെയുള്ള പുണ്യഭൂമിയെക്കുറിച്ചാണ് ഞാൻ എഴുതാൻ പോകുന്നത്? ആ ഒരു പുണ്യഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമായി മാറുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പുണ്യഭൂമിയെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റം ആനന്ദം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. യഹ് ഭൂമി तीन और सुंदर हरे हरे पर्वतों से घिरी है, जिन पर्वतों पर अनेक प्रकार की वल्ली हरी भरी सज्जनों के शुभ मनोरथों की भांति फैलकर लहलहा रही है, और बड़े बड़े वृक्ष भी ऐसे खड़े हैं मानो एक पैर से खड़े तपस्या करते हैं, और साधुओं की भांति घाम ओस और वर्षा अपने ऊपर सहते हैं. എങ്ങനെയാ ഈ പുണ്യഭൂമി? 3 വശത്തും സുന്ദരമായ പച്ചപ്പ് പുതച്ച പർവ്വതങ്ങളാൽ, ഹരേ ഹരേ പർവ്വതവും, പച്ചപ്പ് പുതച്ച പർവ്വതങ്ങളാൽ ഗിരിഹെ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഗിരിഹെ എന്ന് വെച്ചാൽ അതിൻ്റെ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ആ 3 വശത്തുമുള്ള ബൗണ്ടറി പർവ്വതങ്ങളാണ് അല്ലേ. ജിൻ പർവ്വതോं पर अनेक प्रकार की वल्ली हरी भरी सज्जनों के शुभ मनोरथों की भांति फैलकर लहलहा रही है. എന്ന് പറഞ്ഞാൽ എന്താ? ജിൻ പർവ്വതോം പർ, ആ പർവ്വതങ്ങളിൽ, അനേക പ്രകാർക്കി, പല വിധത്തിലുള്ള വല്ലി എന്ന് പറഞ്ഞാൽ ഈ വള്ളിച്ചെടികളിലെ ക്രീപ്പേഴ്സ്, വള്ളികൾ, ഹരി ഭരി, പച്ചപ്പ് നിറഞ്ഞ്, സജ്ജനോം കി ശുഭ മനോരഥോം കി ഭാന്തി എന്ന് പറഞ്ഞാൽ ഈ വള്ളികൾ, ഈ പച്ചപ്പ് നിറഞ്ഞ വള്ളികൾ എന്തിനോടാണ് ഉപമിക്കുന്നത്? സജ്ജനോം കി ശുഭ മനോരഥോം കി ഭാന്തി എന്ന് പറഞ്ഞാൽ അതുപോലെ, ഉസ് പ്രകാർ, സജ്ജനോം കെ ശുഭ മനോരഥം, ഏത് പ്രകാർ, കിസ് പ്രകാർ. ഈ വള്ളികൾ കണ്ടിട്ട് എന്തുപോലെ എന്നാണ് പറയുന്നത്? സജ്ജനം എന്ന് പറഞ്ഞാൽ ജെൻറ്റിൽമെൻ, നോബിൾ മെന്നിൻ്റെ ശുഭ മനോരഥം, അവരുടെ നല്ല ചിന്തകൾ, നല്ല ആശീർവാദങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, അതുപോലെ ഫൈൽക്കർ എന്ന് സ്പ്രെഡായിട്ട് ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ പരന്ന് കിടക്കുക ആ പർവ്വതങ്ങളിൽ മുഴുവൻ. ഫൈൽക്കർ ലഹ്ലഹാ രഹി ഹേ എന്ന് പറഞ്ഞാൽ ലഷ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് തിക്ക് ഗ്രീൻ വെജിറ്റേഷൻ, നല്ല വൈബ്രൻ്റ് എനർജറ്റിക് ആയിട്ടുള്ള ഗ്രീൻ വെജിറ്റേഷൻ ആയിട്ട് അതിങ്ങനെ ഈ 3 പർവ്വതങ്ങളെയും പച്ച പരവതാനി വിരിച്ച പോലെ പച്ചപ്പ് പുതച്ചങ്ങനെ കിടക്കുകയാണ് ഈ വല്ലികൾ. ഓർ ബഡേ ബഡേ വൃക്ഷ ഹി ऐसे खड़े हैं मानो एक पैर से खड़े तपस्या करते हैं, और साधुओं की भांति घाम ओस और वर्षा अपने ऊपर सहते हैं. ഈ പർവ്വതങ്ങൾ, ഈ പച്ചപ്പ് നിറഞ്ഞ 3 പർവ്വതങ്ങൾ കൂടാതെ ബഡേ ബഡേ വൃക്ഷ ഭി ऐसे खड़े हैं, വലിയ വലിയ മരങ്ങളും അങ്ങനെ നിപ്പുണ്ട്. മാനോ, എങ്ങനെയാ? ആസിഫ്, മാനം എന്ന് പറഞ്ഞാൽ ആസിഫ്. ഏക് പൈർ സേ ഖഡേ തപസ്യ കർത്തേ ഹേ, ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന പോലെ വലിയ വലിയ മരങ്ങൾ നിപ്പുണ്ട്. ഓർ സാധുവോങ്കി ഭാന്തി, സാധുവോങ്കി എന്ന് പറഞ്ഞാൽ സന്യാസിമാരെ പോലെ, സാധുവോങ്കി ഭാന്തി, സന്യാസിമാരെ പോലെ എങ്ങനെ ആണ് അവർ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നത്? സന്യാസിമാരെങ്ങനെയാണ് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുമല്ലേ, ഓരോ വരങ്ങൾ നേടാനും ശക്തി കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യും. അപ്പോൾ അവർ ആ തപസ് ചെയ്യുമ്പോൾ അവർ എന്തൊക്കെയാണ് സഹിക്കുന്നത്? ഖാം ഓസ് ഓർ വർഷ അപ്പനെ ഊപ്പർ സഹത്തെ ഹേ. ഖാം എന്ന് പറഞ്ഞാൽ എന്താ? സൂരജ് കി റോഷ്നി, സൺലൈറ്റ് അല്ലേ, ധൂപ്, സൺസ് ഹീറ്റ്, സൂര്യൻ്റെ ചൂട്. അവർ വെയിൽ വന്നാൽ ഓടിക്കളയും, അയ്യോ എനിക്ക് ഇതിൻ്റെ തപസ് ചെയ്യാൻ വയ്യ, ഭയങ്കര ചൂടെന്ന് പറഞ്ഞിട്ട് അവർ തപസ് മതിയാക്കി പോകും. ചൂട് വന്നാലും മഴ വന്നാലും അതിനെല്ലാം പേടിക്കാതെ അവിടെ നിന്ന് സഹിച്ചല്ലേ തപസ് ചെയ്ത് ഓരോ വരങ്ങളൊക്കെ നേടുന്നത്. ഖാം എന്ന് പറഞ്ഞാൽ ധൂപ്, ഓസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂ, മഞ്ഞ്, ഓർ വർഷ എന്ന് പറഞ്ഞാൽ റെയിൻ. സാധുവോങ്കി ഭാന്തി ഖാം ഓസ് और वर्षा अपने ऊपर सहते हैं. ഈ വൃക്ഷങ്ങൾ ഒറ്റക്കാലിൽ നിന്ന്
തപസ് ചെയ്യുന്ന സന്യാസിമാരെ പോലെ ചൂടും മഴയും തണുപ്പും എല്ലാം സഹിച്ച് അവിടെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന വൃക്ഷങ്ങൾ കണ്ടിട്ട് നമ്മുടെ ലേഖകൻ എന്താ പറയുന്നത്? ആഹാ, ഇൻകെ ജന്മ ഭി ധന്യ ഹേ ജിൻസെ അർദ്ധി വിമുഖ് ജാത്തെ ഹി നഹി. ഇവരുടെ ജന്മം തന്നെ ധന്യമായ ഒരു ജന്മമാണ്. ഇവരുടെ അർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ? സമ്പത്ത്, ഇവരുടെ വെൽത്ത് അല്ലേ, സമ്പത്തി. വിമുഖ് ജാത്തെ ഹി നഹി, ഒന്നും പാഴായി പോകുന്നില്ല, എല്ലാം ഉപയോഗപ്രദമാണ്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉപയോഗമുള്ളതാണ്. അതെന്തൊക്കെയാ? ഫൽ, ഫൂൽ, ഗന്ധ്, ഛായ, പത്തേ, ഛാൽ, ബീജ്, ലക്കടി ഓർ ജഡ്. എന്തൊക്കെയാ? ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് അല്ലേ, പഴങ്ങൾ. ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലവേഴ്സ്, പൂക്കൾ. ഗന്ധ്, അവയുടെ മണം അല്ലേ, ഫ്രാഗ്രൻസ്. ഛായ എന്ന് പറഞ്ഞാൽ തണൽ, ഷെയ്ഡ്. പത്തേ, ലീവ്സ്. ഛാൽ എന്ന് പറഞ്ഞാൽ എന്താ? ബാർക്ക്, അതിൻ്റെ ആ പുറം ചട്ടയില്ലേ, മരത്തിൻ്റെ തടിയുടെ പുറത്തൊരു കട്ടിയുള്ള ഒരു നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നൊരു സംഭവമില്ലേ, അതാണ് ബാർക്ക് എന്ന് പറയുന്നത്, ഛാൽ. ബീജ് എന്ന് പറഞ്ഞാൽ എന്താ? സീഡ്. ലക്കടി, തടി. ഓർ ജഡ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട്, അതിൻ്റെ വേര് അല്ലേ. എല്ലാം മരത്തിൻ്റെ ഉപയോഗപ്രദമായ. यहाँ तक कि जले पर भी कोयले और राख से लोगों का मनोरथ पूर्ण करते हैं. सज्जन ऐसे कि पत्थर मारने से फल देते हैं. ഈ വൃക്ഷങ്ങൾ പഴം, പൂക്കൾ, അവരുടെ ബാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഉപയോഗപ്രദമായ സാധനങ്ങൾ നമുക്ക് തരുന്നതിന് പുറമെ മരങ്ങൾ കത്തിപ്പോയാലും അതിൻ്റെ കോയലെന്ന് പറഞ്ഞാൽ ചാർക്കോൾ, ഈ മരത്തിൻ്റെ തടി കത്തി ഉണ്ടാകുന്ന ചാർക്കോൾ കണ്ടിട്ടില്ലേ, കോയലെ. ഓർ രാഖ് എന്ന് പറഞ്ഞാൽ ആഷ്. അപ്പോൾ ആ കരിയും, മരക്കരി, ആ ചാരം, അതെല്ലാം ലോകോങ്ക മനോർത്ത് പൂർണ്ണ കർത്തേ ഹേ. മനോർത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ, വിഷ് അല്ലെങ്കിൽ ഡിസയർ, നീഡ്സ് നിറവേറ്റാൻ പോകുന്നവയാണ്. അതുകൊണ്ട് മരങ്ങളെ ആരോടെ ഉപമിച്ചിരിക്കുന്നത്? സജ്ജൻ, സൽസ്വഭാവികളായ ആളുകളോട്. കല്ല് എറിഞ്ഞാലും തിരിച്ച് ഫലം തരും. മരങ്ങളോ അതുപോലെയല്ലേ, നമ്മൾ കല്ലെറിഞ്ഞാൽ. ഇൻ വൃക്ഷോं पर अनेक रंग के पक्षी चहचहाते हैं और नगर के दुष्ट बधिकों से निडर होकर कल्लोल करते हैं. ഈ മരങ്ങളിൽ അനേക രംഗ് കെ പക്ഷി, പല നിറത്തിലുള്ള പക്ഷികൾ, ചഹചഹാത്തെ ഹേ. ചഹചഹാന എന്ന് പറഞ്ഞാൽ ഈ പക്ഷികളുടെ ചിറപ്പിംഗ് അല്ലെങ്കിൽ ട്വിറ്ററിങ്, അവരുടെ ആ ശബ്ദം, അവർ സന്തോഷത്തോടെ ശബ്ദം ഉണ്ടാക്കി, അതായത് ചിരിച്ച് പാടി അങ്ങനെ മരത്തിൽ അവരിയ്ക്കുകയാണ് അല്ലേ. എങ്ങനെയാണ് അവരിയ്ക്കുന്നത്? ചഹചഹാത്തെ ഹേ ഓർ നഗർ കെ ദുഷ്ട ബധികോം സേ നിഡർ ഹോക്കർ കല്ലോൽ കർത്തേ ഹേ. നഗർ എന്ന് പറഞ്ഞാൽ നഗരത്തിലെ, ദുഷ്ട ബധികോം എന്ന് പറഞ്ഞാൽ എന്താണ്? വധ് കർണേവാല അല്ലെങ്കിൽ മാർനേവാല എന്നൊക്കെയാണ്. കൊല്ലുന്നവർ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവർ, ദുഷ്ടരായിട്ടുള്ള കൊല്ലുന്ന ആൾക്കാർ, നഗരത്തിലെ ഉപദ്രവിക്കുന്ന ആൾക്കാർ. ആരായിരിക്കും പക്ഷികളെ കൊല്ലുന്നത്? വേട്ടക്കാരല്ലേ. അപ്പോൾ നഗരത്തിലെ ദുഷ്ടരായ വേട്ടക്കാരെ ഒന്നും പേടിക്കാതെ നിഡർ ഹോക്കർ കല്ലോൽ കർത്തേ. ഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഭയം. അപ്പോൾ ഇവിടെ എന്താ? നിഡർ എന്ന് പറഞ്ഞാൽ ഭയമില്ലാതെ, ഫിയർലെസ്. നിഡർ ഹോക്കർ കല്ലോൽ കർത്തേ ഹേ, യാതൊരു ഭയവുമില്ലാതെ കല്ലോൽ കർത്തേ ഹേ. കല്ലോൽ കർണ എന്ന് പറഞ്ഞാൽ ടു റിജോയ്സ് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ജോയ്ഫുള്ളി. അവർ ഒരു പേടിയുമില്ലാതെ സന്തോഷത്തോടെ കളിക്കുകയാണ് ഈ മരങ്ങളിലിരുന്ന്. वर्षा के कारण सब और हरियाली ही दिखाई पड़ती थी, मानो हरे गलीचा की यात्रियों के विश्राम के हेतु बिछायत बिछी थी. വർഷ के कारण, വർഷ എന്ന് പറഞ്ഞാൽ മഴ അല്ലേ, മഴ കാരണം സബ് ഓർ ഹരിയാലി ഹി ദിഖായി പടുത്തി ഥി. എവിടെ നോക്കിയാലും ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പ് അല്ലേ, പച്ചപ്പാണ്, എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ആ പച്ചപ്പ് കണ്ടിട്ട് മാനോ, എങ്ങനെയാണ് തോന്നിയത്? ആസ് ഇഫ്, ഏതുപോലെയാ? ഹരേ ഗലീച്ചാക്കി ജാത്രിയോം കെ വിശ്രാം കെ ഹേതു ബിജായത് ബിജി ഥി. ഹരേ എന്ന് പറഞ്ഞാൽ വീണ്ടും ഗ്രീൻ തന്നെ. ഗലീച്ച എന്ന് പറഞ്ഞാൽ എന്താ? റഗ് അല്ലെങ്കിൽ കാർപ്പറ്റ്. നമ്മൾ ഫ്ലോറിൽ വിരിക്കില്ലേ, റഗ് അല്ലെങ്കിൽ കാർപ്പറ്റൊക്കെ വിരിക്കുമല്ലോ ഫ്ലോറിൽ, നമ്മൾ വിരിച്ചിടില്ലേ അതിനെ. അപ്പോൾ ഹരേ ഗലീച്ച, ഇവിടെ എങ്ങനെയുള്ള കാർപ്പറ്റാ? ഹരേ, പച്ച നിറത്തിലുള്ള കാർപ്പറ്റ്. അത് എന്തിനു വേണ്ടി വിരിച്ചിരിക്കണേ ഈ പച്ച നിറത്തിലുള്ള കാർപ്പറ്റ്? ജാത്രിയോം കെ വിശ്രാം കെ ഹേതു. ജാത്രി എന്ന് പറഞ്ഞാൽ യാത്രിയോം,
ഈ വരുന്ന യാത്രക്കാരുടെ വിശ്രാം റെസ്റ്റ്, അവർക്ക് റെസ്റ്റിന് വേണ്ടിയിട്ട് വിശ്രാം കെ ഹേതു എന്ന് പറഞ്ഞാൽ കേലിയെ. അപ്പോൾ യാത്രിയോംക്ക് വിശ്രാം കേലിയെ, അവർക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ട് പച്ച കാർപ്പറ്റ് ബിജായത്ത് ബിജിഹ, അത് ബെഡിങ് ആയിട്ട്. ബിജായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ വിരിക്കുന്ന സാധനങ്ങളെ ബിജായത്ത് എന്ന് പറയുന്നത് ബെഡിങ്, അവർക്കുള്ള ബെഡിങ് ആയിട്ട് ഹരേ ഗലീച്ച ബിച്ചിധി, അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. മഴ കാരണം എല്ലായിടത്തും ഉണ്ടായിട്ടുള്ള ആ പച്ചപ്പ് അത് കണ്ടിട്ട് നമ്മുടെ റൈറ്റർക്ക് തോന്നുന്നത് ആണല്ലേ എപ്രകാരം തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പച്ച നിറമുള്ള ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. ഏക് ഓർ त्रिभुवन पावनी श्री गंगा जी की पवित्र धारा बहती है, जो राजा भगीरथ के उज्ज्वल कीर्ति की लता सी दिखाई देती है. അല്ലേ, അവിടുത്തെ മെയിൻ അട്രാക്ഷൻ വരുന്നതേ ഉള്ളൂ അല്ലേ, പറയുന്നതേ ഉള്ളൂ. ഏക് ഓർ ത്രിഭുവൻ പാവനി ശ്രീ ഗംഗാജി കി പവിത്ര ധാര. ഒരു വശത്ത് ത്രിഭുവൻ പാവനി എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളെയും പവിത്ര കർണവാല, 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഗംഗാജി ആരാ, ഗംഗാനദി, ഗംഗാജിക്ക് പവിത്ര ധാര, വിശുദ്ധ ധാര, ഗംഗാജിയുടെ ഒരു ധാര ഒരു വശത്ത് ബഹത്തി ഹേ, ഒഴുകുന്നു. അതെങ്ങനെയാ, ജോ രാജ ഭഗീരഥ് കെ ഉജ്ജ്വൽ കീർത്തി കി ലതാ സി ദിഖായി ദേത്തി ഹേ. ഭഗീരഥ രാജാവിൻ്റെ ഉജ്ജ്വൽ, ഷൈനിങ്, ഉജ്ജ്വൽ കീർത്തി എന്ന് വെച്ചാൽ ഫെയിം അല്ലെങ്കിൽ ഗ്ലോറി, അദ്ദേഹത്തിൻ്റെ ആ കീർത്തി ഫെയിമിൻ്റെ ഒരു ലത എന്ന് പറഞ്ഞാൽ ക്രീപ്പർ അല്ലെങ്കിൽ വൈൻ, സി ദിഖായി ദേത്തി ഹേ, അദ്ദേഹത്തിൻ്റെ കീർത്തിയുടെ ഒരു വള്ളി, ഒരു വൈൻ VINE വൈൻ അതുപോലെ ഒഴുകുന്നു. പല തലമുറകൾക്ക് മുമ്പ് ഈ ഭഗീരഥ രാജാവിൻ്റെ പൂർവികരുണ്ട് ചെയ്ത പാപങ്ങളുടെ ഫലങ്ങളുകൊണ്ടും ഈ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാതെ കഷ്ടപ്പെട്ട് അലയുന്ന ഒരവസ്ഥയിലായിരുന്നു. സ്ഥായിയായ കഠിനാധ്വാനത്തിനൊക്കെ വളരെ പേരുകേട്ട ഒരു രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവരുടെ ഈ ആത്മാക്കളെ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് കഠിനമായ തപസ്സും പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ബ്രഹ്മാവിനെയും ശിവനെയും ആണ് പ്രാർത്ഥിച്ചത്, തപസ് ചെയ്തത്. പുണ്യനദിയായ ഗംഗ ഹെവൻസിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്നിട്ട് പൂർവികരുടെ ആഷസ് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം. ഭയങ്കരമായ ശക്തിയിൽ ഒഴുകുന്നൊരു നദിയാണ് അല്ലേ, മൈറ്റി ഫ്ലോയിങ് റിവറാണ്. അപ്പോൾ ആ ഒരു ശക്തിയിൽ ഗംഗാ നദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്ന ഗ്രഹം തന്നെ ചിലപ്പോൾ നശിച്ച് പോകാൻ സാധ്യതയുണ്ട്, കൺട്രോളില്ലാതെ ആ ഒരു ഫ്ലോ ഭൂമിയിലേക്ക് അതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ശിവഭഗവാനെ പ്രാർത്ഥിച്ചു, തപസ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥനയും എല്ലാം കണ്ടിട്ട് ശിവൻ പ്രസാദിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം സമ്മതിച്ചു ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാം. അതിൻ്റെ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ജടയിൽ ഗംഗയെ ശുദ്ധീകരിച്ചു. ഈ ആത്മാക്കൾക്കെല്ലാം മോക്ഷം കിട്ടി. അതാണ് ആ ഒരു മിത്ത് എന്ന് പറയുന്നത്. ഈ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന് വലിയ ഫെയിം നേടിക്കൊടുത്തു. അപ്പോൾ ഈ ഗംഗാനദി അദ്ദേഹത്തിൻ്റെ കീർത്തിയുടെ ചെടി പോലെ തോന്നുന്നു അല്ലേ, ഒരു മനോഹരമായ ചെടി, ഇങ്ങനെ പടർന്ന ക്രീപ്പർ, ഒരു ലത, അദ്ദേഹത്തിൻ്റെ കീർത്തിയുടെ ചെടി പോലെ ഇങ്ങനെ ഗംഗാനദി ഒരു വശത്ത് ഒഴുകുന്നു. ജൽ യഹാ കാ അത്യന്ത് ശീതൽ ഹേ ഓർ മിഷ്ട് ഭി വൈസാ ഹി ഹേ, മാനോ ചീനി കെ പനെ കോ ബർഫ് മേ ജമായ ഹേ. ജൽ യഹാ കാ അത്യന്ത് ശീതൽ ഹേ, ഇവിടുത്തെ ജലത്തിന് എന്താ ഒരു പ്രത്യേകത, ഇവിടുത്തെ വെള്ളം വളരെ തണുപ്പുള്ളതാണ്. ശീതളം എന്ന് പറഞ്ഞാൽ കോൾഡ്. ഓർ മിഷ്ട് ഭി, മധുരവും നിറഞ്ഞതാണ്. ആ മധുരം എങ്ങനെയുള്ളതാണ്, മിഷ് വൈസാ ഹി ഹേ മാനോ ചീനി കെ പനെ കോ ബർഫ് മേ ജമായ ഹേ. ചീനി എന്ന് പറഞ്ഞാൽ ഷുഗർ, ചീനി കെ പന എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ ലെയേഴ്സ് അല്ലേ. ചീനി കെ പനെ കോ ബർഫ് ഐസിൽ വെച്ചിട്ട് ജമായ ഹേ, പഞ്ചസാരയുടെ ആ ലെയർ ഐസിൽ വെച്ച് അതിനെയും കൂടി സോളിഡാക്കി ഐസിൻ്റെ കൂടെ വെച്ച് കട്ടിയാക്കിയതുപോലെ അങ്ങനെയുള്ള മധുരവും തണുപ്പും ഒക്കെ നിറഞ്ഞതാണ് ജിയുടെ ജൽ. രംഗ് ജൽ കാ സ്വച്ഛ് ഓർ ശ്വേത് ഹേ ഓർ അനേക പ്രകാർ കെ ജൽ ജന്തു കല്ലോൽ കർത്തേ ഹുവേ. ജലം ഭയങ്കര തണുപ്പും മധുരവും ഉള്ളതാണ്. പിന്നെ എങ്ങനത്തെയാ അതിൻ്റെ നിറമാണെങ്കിൽ സ്വച്ഛ് ഓർ ശ്വേത് ഹേ. സ്വച്ഛ് ഓർ ശ്വേത് ഹേ എന്ന് പറഞ്ഞാൽ എന്താ, സ്വച്ഛ് എന്ന് പറഞ്ഞാൽ സാഫ് അല്ലേ, ക്ലീൻ,
പ്യുവർ, ഒരു അഴുക്കുമില്ലാതെ വളരെ നിർമ്മലവും പരിശുദ്ധവുമായ വെള്ളമാണ്. ഓർ ശ്വേത് ഹേ, ശ്വേത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറ്ററൽ മീനിങ് സഫേദ് എന്നാണ്, വൈറ്റ് അല്ലേ, വെള്ള നിറം. വെള്ള നിറം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അത് ആദ്യം സ്വച്ഛാണെന്ന് പറഞ്ഞു, അത് സാഫ് ക്ലീൻ ആണെന്ന് പറഞ്ഞു. ഒന്നുകൂടി അതിൻ്റെ പരിശുദ്ധി എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ള നിറം എന്ന് പറഞ്ഞിരിക്കുന്നത്. വെള്ള നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ക്ലിയർ സ്പാർക്ലിംഗ് വാട്ടർ അല്ലേ, അത്രയ്ക്ക് പരിശുദ്ധമായ ജലമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്വച്ഛ് ഓർ ശ്വേത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓർ അനേക പ്രകാർ കെ ജൽ ജന്തു കല്ലോൽ കർത്തേ ഹുവേ, ഇങ്ങനെ ഇത്രയും നിർമ്മലവും പരിശുദ്ധവുമൊക്കെ ആയിട്ടുള്ള വെള്ളമാണെങ്കിൽ ആർക്കല്ലേ ഇതിനകത്ത് ഒന്നിറങ്ങി ജീവിക്കാൻ തോന്നാത്തത്? അവിടെ അനേക പ്രകാർ കെ ജൽ ജന്തു കല്ലോൽ കർത്തേ ഹുവേ, ഒരുപാട് തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ജലജീവികൾ, അതിൽ കല്ലോൽക്കരണം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ടു റിജോയ്സ് അല്ലേ, എൻജോയ് ജോയ്ഫുള്ളി, വളരെ സന്തോഷത്തോടെ കളിക്കുന്നു. യഹാ ശ്രീ ഗംഗാജി अपना नाम नदी सत्य करती है, अर्थात जल के वेग का शब्द बहुत होता है. यहाँ श्री गंगाजी, ഇവിടെ ഗംഗാജി അപ്പന നാം, നാം നദി, തൻ്റെ നദി എന്ന പേര് സത്യ കർത്തി ഹേ, സത്യപ്പെടുത്തുന്നു. ഇവിടെ ശരിക്കും ആ പേര് സത്യവത്തായ രീതിയിലാണ് ഗംഗാജി ഒഴുകുന്നത്. അതെന്തുകൊണ്ടാണ്? അർത്ഥാത് ജൽ കെ വേഗ് കാ ശബ്ദ് ബഹുത് ഹോത്താ ഹേ, വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശബ്ദം വളരെ കൂടുതലാണ്. ഓർ ശീതൾ വായു നദി കെ ഉൻ പവിത്ര ഛോട്ടെ ഛോട്ടെ കണോം കോ ലേക്കർ സ്പർശ് ഹി സെ പാവൻ കർത്താ ഹുവ സഞ്ചാർ കർത്താ ഹേ. പിന്നെ എങ്ങനെയാ? ഓർ ശീതൾ വായു, ശീതൾ എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ്, നദിക്ക് ഉൻ പവിത്ര ഛോട്ടെ ഛോട്ടെ കണോം കോ, നദിയിലെ വിശുദ്ധമായ ചെറിയ തുള്ളികളെ, ലേക്കർ സ്പർശ് ഹി സേ പാവൻ കർത്താ ഹുവ സഞ്ചാർ കർത്താ ഹേ, നദിയിലെ വിശുദ്ധമായ ചെറിയ തുള്ളികളെ ഈ തണുത്ത വായു ഇങ്ങനെ കൊണ്ടുപോയിട്ട് അത് എവിടെയെങ്കിലും സ്പർശിച്ചാൽ തന്നെ ശുദ്ധീകരിക്കുന്ന രീതിയിൽ ആ കണങ്ങളെ അങ്ങനെ കൊണ്ടുപോകുന്നു. അത് എവിടെയെങ്കിലും സ്പർശിച്ചാൽ തന്നെ ശുദ്ധീകരിക്കും ആ സ്ഥലം, അല്ലെങ്കിൽ ആ ആൾക്കാരെ എവിടെയാണോ സ്പർശിക്കുന്നത് ആ സ്ഥലം അത് ശുദ്ധീകരിക്കും. यहाँ पर श्री गंगा जी 2 धारा हो गई है. एक का नाम नील धारा, दूसरी ശ്രീ ഗംഗാജി ഹി കെ നാം സെ. ഗംഗാജി 2 ഒഴുക്കുകളായിട്ട് വിഭജിക്കപ്പെടുന്നു, 2 സ്ട്രീമായിട്ട് വിഭജിക്കപ്പെട്ട് ഡിവൈഡായി പോകുന്നുണ്ടല്ലേ. അതിൽ ഒന്നിൻ്റെ പേരെന്താ? ഏക് കാ നാം നീൽധാര, ഒന്നിന് നീലധാര എന്നും, മറ്റേത് ദൂസരി ശ്രീ ഗംഗാജി ഹി കെ നാം സെ, മറ്റേത് ഗംഗാജി എന്നും തന്നെ ആ പേരിൽ തന്നെ അറിയപ്പെടുന്നു. ഇൻ ദോനോ ധാരോം കെ ബീച്ച് മേ एक सुंदर नीचा पर्वत है और नील धारा के तट पर एक छोटा सा सुंदर चुटीला पर्वत है और उसके शीर्ष पर चंडिका देवी की मूर्ति है. इन दोनों धारों के बीच में, ഈ 2 ഒഴുക്കുകളുടെയും ഇടയിൽ एक सुंदर नीचा पर्वत है, ഒരു മനോഹരമായ താഴ്ന്ന പർവ്വതമുണ്ട്. और नील धारा के തടുപ്പർ, ഇതിൽ ഒരു ധാരയുടെ പേരെന്താ? നീൽധാര. ഈ 2 ധാരകളുടെ നടുക്കായിട്ട് ഒരു മനോഹരമായ താഴ്ന്ന പർവ്വതമുണ്ട്. അത് കൂടാതെ നീൽധാരയ്ക്ക് തടുപ്പർ, നീലധാരയുടെ ആ കരയിൽ എക് ഛോട്ടാസ സുന്ദർ ചുട്ടീല പർവ്വത് ഹേ, ഒരു ഛോട്ടാസ ചെറിയ, സുന്ദർ മനോഹരമായ, ചുട്ടീല എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള അല്ലേ, കൂർത്ത് നിൽക്കണ ഒരു പർവ്വതമുണ്ട്, പർവ്വത് ഹേ. ഓർ ഉസ്കെ ശിഷർ പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ, അതിൻ്റെ മുകളിൽ ചണ്ഡികാ ദേവിക്ക് മൂർത്തി ഹേ, ചണ്ഡികാ ദേവിയുടെ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നു. യഹാ ഹരി കി പൈഡി നാമക് ഏക് പക്ക ഘാട്ട് ഹേ ഓർ യഹി സ്നാൻ ഭി ഹോത്താ ഹേ. ഇവിടെ ഹരി കി പൈഡി എന്ന് വിളിക്കുന്ന ഒരു പക്ക ഘാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്നാന സ്ഥലം, അതാണ് പക്ക ഘാട്ട്. പടികൾ വഴി ഇറങ്ങി വന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഘാട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ ഹരിദ്വാറിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഘാട്ടാണ് ഹരി കി പൈഡി. അവിടെ ആളുകൾ വന്നിട്ട് വിശുദ്ധ സ്നാനം നടത്തുന്നു. ഔർ യഹീം സ്നാൻ ബി ഹോത്താ ഹേ, ഇവിടെ വന്ന ആൾക്കാർ നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടി നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വിശുദ്ധ സ്നാനം, അത് നടത്തുന്ന ഒരു സ്ഥലമാണ് ഹരി കി പൈഡി.
പേടി എന്ന് പറഞ്ഞാൽ എന്താ? സീഠിയാം. പേടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സീഠിയാം എന്നാണ്. ഈ സ്ഥലത്തിന് ഹരിക്ക് പേടി എന്ന് പേര് വരാനായിട്ടൊരു മിത്തുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. വിക്രമാദിത്യ രാജാവിൻ്റെ മൂത്ത സഹോദരൻ രാജ ഭർതൃഹരി, അദ്ദേഹം തൻ്റെ രാജപദവിയൊക്കെ ത്യജിച്ചിട്ട് ഈ ഹർക്കി പൈഡിയുടെ മുകളിലുള്ള ഒരു മലയിൽ വർഷങ്ങളോളം തപസ് അനുഷ്ഠിക്കാനായിട്ട് പോയി. അപ്പോൾ ഈ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്നാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നത് ഗംഗാ നദിയുടെ ഈ പറഞ്ഞ ഒരു ഭാഗത്താണ്. നീനായ വിക്രമാദിത്യ രാജാവ് എന്ത് ചെയ്തു? ഇദ്ദേഹം സ്ഥിരമായിട്ട് വന്ന് ആ സ്നാനത്തിന് വരുന്ന ആ പടികളുണ്ടാക്കി. ഈ പടികളെ ഭർതൃഹരി രാജാവ് പിന്നീട് എന്ത് വിളിച്ചു? പൈഡി എന്നുള്ള പേര് കൊടുത്തു ഈ പടവുകൾക്ക്. പൈഡി, അതാണ് സീഠിയാം പൈഡിയായത്. അപ്പോൾ ഈ രാജാവിൻ്റെ പേരെന്താ? ഭർതൃഹരി എന്നല്ലേ. അപ്പോൾ ഭാവിയിൽ ഈ ഹരിയും പൈഡിയും കൂടി ചേർന്നിട്ട് ഈ സ്ഥലത്തിന് ഹരിക്ക് പൈഡി എന്നുള്ള ഒരു പേര് കിട്ടി. അങ്ങനെ ആ പേരിൽ പ്രശസ്തമായി. പിന്നെ പോകെ അതിന് ഈ പേര് ഹരിക്ക് പൗഡി എന്നും അറിയപ്പെടുന്നുണ്ട്. ഹരിക്ക് പൈഡി എന്നും അറിയുന്നുണ്ട്, ഹരിക്ക് പൗഡി എന്നും അറിയപ്പെടുന്നുണ്ട്. രണ്ട് പേരിലും ഇത് പ്രസിദ്ധമാണ്. പിന്നെ മറ്റൊരു മിത്തും കൂടി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പാലാഴി കടഞ്ഞ് അമൃതെടുത്ത കഥയൊക്കെ എല്ലാവരും കേട്ടിട്ടില്ലേ? ആ പാലാഴി, അതായത് ക്ഷീരസാഗരം, ആ പാലാഴി എന്ന് പറയുന്ന ആ ഒരു ഓഷനിൽ മന്ദാര പർവ്വതത്തിന് അതിൻ്റെ നടുക്കുകൊണ്ട് വെച്ചിട്ട് വാസുകി എന്ന് പറയുന്നൊരു സർപ്പൻറ്റ്, ആ പാമ്പിനെ ഈ പർവ്വതത്തിന് ചുറ്റും ചുറ്റിയിട്ട് ഒരു വശത്ത് ദേവാസും മറുവശത്ത് അസുരന്മാരെ നിന്നിട്ട് ഇങ്ങനെ ചേൺ ചെയ്ത് ഇങ്ങനെ കടഞ്ഞ് ആ പർവ്വതം കൊണ്ട് ഈ ക്ഷീരസാഗരത്തിൽ കടഞ്ഞാണ് അമൃത് അല്ലേ. അമൃത് എന്താണെന്നറിയാവോ? ഒരിക്കലും മരിക്കാതെ അമരന്മാരായിട്ട് ജീവിക്കാനുള്ള എറ്റേണൽ ലൈഫ് കിട്ടാനുള്ള ഒരു മരുന്നാണ്. പുരാണത്തിലേക്ക് കഥകളിലുള്ള ഒരു ഔഷധമാണ് ഈ അമൃതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമൃതം അങ്ങനെ കടഞ്ഞെടുത്ത സമയത്ത് ഈ ദേവാസും അസുരാസും തമ്മിൽ ഒരു വഴക്കുണ്ടായി. അപ്പോൾ അതിനിടയിൽ ഈ അമൃതിന് വേണ്ടി പിടിവലി നടത്തുന്നതിനിടയിൽ എന്ത് ചെയ്തു? ഈ അമൃതിൻ്റെ തുള്ളികൾ ഭൂമിയിൽ 4 സ്ഥലങ്ങളിൽ വീണു. ആ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. അതിലെ ഒരു സ്ഥലമാണ് ഹരിദ്വാറിലെ ഈ ഹരിക്ക് പൈഡി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ അമൃതിൻ്റെ തുള്ളികൾ വീണതോടുകൂടി ഈ ഒരു സ്ഥലത്തിന് ഒരു പവിത്രത കൽപ്പിക്കപ്പെടുകയും ഇത് വളരെ പ്രശസ്തമായിട്ട് മാറുകയും ചെയ്തു. അതാണ് രണ്ടാമത്തെ ഒരു മിത്ത്. ഇത് രണ്ടും നമുക്ക് പാഠഭാഗത്തിലില്ലാത്തതാണ്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വിശേഷ് आश्चर्य का विषय यह है कि यहाँ केवल गंगा जी ही देवता है, दूसरा देवता नहीं. വിശേഷ് ആശ്ചര്യ വിഷയ് യഹ് ഹേ കി, അതിശയകരമായ കാര്യമാണത്. എന്താണ് അതിശയകരമായ കാര്യം? യഹാ കേവൽ ഗംഗാജി ഹി ദേവത ഹേ, ഇവിടെ ഗംഗാജിയെ മാത്രമാണ് ദേവതയായിട്ട് ആരാധിക്കപ്പെടുന്നത്. ദൂസറ ദേവത നഹി, മറ്റൊരു ദേവത ഇല്ല. യോം തോ വൈരാഗിയോം ने മഠ് മന്ദിർ കൈ ബനാ ലിയാ ഹേ, എന്നാൽ വൈരാഗിയം എന്ന് പറഞ്ഞാൽ വൈരാഗികളാരാ? സന്യാസികൾ പല മഠങ്ങളും ക്ഷേത്രങ്ങളും പണിഞ്ഞിട്ടുണ്ട്. ശ്രീ ഗംഗാജി കാ പാട്ട് ഭി ബഹുത് ഛോട്ടാ ഹേ പർ വേഗ് ബഡാ ഹേ. ഗംഗാജിയുടെ പാടെന്ന് പറഞ്ഞാൽ പാത, ചെറിയതാണെങ്കിലും അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വീതി ചെറിയതാണെങ്കിലും വേഗ് ബഡാ ഹേ, ഒഴുക്ക് വളരെ ശക്തമായിട്ടാണ് ഗംഗാജി അവിടെ ഒഴുകുന്നത്. तट पर राजाओं की धर्मशाला यात्रियों के उतरने की हेतु बनी है और दुकानों भी बनी है पर रात को बंद रहती है. तट എന്ന് പറഞ്ഞാൽ കരയിൽ. തട് പർ രാജാവും കി ധർമ്മശാല, രാജാക്കന്മാർ ധർമ്മശാല പണിഞ്ഞിട്ടുണ്ട് അല്ലേ. യാത്രിയോം കെ ഉത്തർനെ കെ ഹേതു, തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധർമ്മശാലകൾ പണിഞ്ഞിട്ടുള്ളത്. ഓർ ദുക്കാനോം ഭി ബനി ഹെ പർ രാത് കോ ബന്ദ് രഹതി ഹെ, ധർമ്മശാലകൾ മാത്രമല്ല, വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ധർമ്മശാലകൾ മാത്രമല്ല ദുക്കാനവും കടകളും പണിഞ്ഞിട്ടുണ്ട്. കടകളുണ്ടെങ്കിലും രാത് കോ ബന്ദ് രഹതി ഹെ, രാത്രി അത് അടച്ചിരിക്കും. ധർമ്മശാല എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മശാല ഒരു റെസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ പിൽഗ്രിം ലോഡ്ജ് എന്നൊക്കെയാണ് ധർമ്മശാല എന്ന് പറഞ്ഞാൽ മീനിങ്. ഈ ऐसा निर्मल तीर्थ है कि इच्छा क्रोध की खानी जो मनुष्य है सो वहाँ रहते ही नहीं. ഇത് ഏസാ നിർമ്മൽ തീർത്ഥ ഹേ, ഇത് അത്രയും നിർമ്മലമായ ഒരു തീർത്ഥ് എന്ന് പറഞ്ഞാൽ എന്താ? തീർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പവിത്ര സ്ഥാൻ അല്ലെങ്കിൽ ഒരു ധാർമ്മിക് സ്ഥൽ, ഒരു പിൽഗ്രിമേജ് സൈറ്റ് അല്ലെങ്കിൽ ഹോളി പ്ലേസ് എന്നൊക്കെയാണ് തീർത്ഥ് എന്ന് പറഞ്ഞാൽ. ഹരിദ്വാർ ഒരു തീർത്ഥ് അല്ലേ, ഒരു പുണ്യസ്ഥലമല്ലേ, ഒരു പവിത്ര സ്ഥാനമല്ലേ. ഇത് അത്രയും നിർമ്മലമായ ഒരു
പവിത്ര സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇച്ഛ ക്രോധ് കി ഖാനി ജോ മനുഷ്യ ഹെ സോ വഹാ രഹത്തെ ഹി നഹി. ഇച്ഛ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ, ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, ഗ്രീഡ്, പിന്നെ ക്രോധ് ദേഷ്യം വളരെ, ക്രോധ് കി ഖാനി ബഹുത്ത് ക്രോധ് വളരെ ദേഷ്യം നിറഞ്ഞ മനുഷ്യർ അവിടെ താമസിക്കുന്നില്ല. പണ്ടേ ദുക്കാൻദാർ ഇത്യാദി കൻഖൽ വ ജ്വാലാപൂർ സെ ആത്തെ ഹെ. പണ്ടേ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരും, ദുക്കാൻദാർ കടക്കാരും, ഇത്യാദി എന്ന് പറഞ്ഞാൽ എറ്റ്സെട്ര മുതലായവർ. കൻഖൽ എന്ന് പറഞ്ഞാൽ ഇതിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് കൻഖൽ. പിന്നെ ജ്വാലാപൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് വരുന്നത്. പണ്ടേ ഭി യഹാ ബഡേ വിലക്ഷൺ സന്തോഷി ഹെ, ഏക് പൈസേ കോ ലാഖ് കർക്കെ മാൻ ലേത്തെ ഹെ. ഇവിടുത്തെ പണ്ഡിതന്മാരും അത്യന്തം സംതൃപ്തരാണ് അല്ലേ, ചെറിയൊരു തുക പോലും അവർക്ക് വലിയ സന്തോഷത്തോടാണ് അവർ സ്വീകരിക്കുന്നത്. അതായത് കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന പണ്ഡിതന്മാർ അല്ലേ. പണ്ഡിതന്മാരാണെങ്കിൽ അവർ വിലക്ഷൺ സന്തോഷിക്കുക അല്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എക്സ്ട്രാ ഓർഡിനറിലി അവർ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഏക് പൈസേക്കോ ലാഖ് കർക്കെ മാൻ ലേത്തെ ഹെ, ഒരു പൈസയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അത് ഒരു ലക്ഷം കിട്ടിയതുപോലുള്ള സന്തോഷത്തോടെ, സംതൃപ്തിയോടെയാണ് അവരത് സ്വീകരിക്കുന്നത്. അതാണ് അതിൻ്റെ രഹസ്യം. इस क्षेत्र में 5 तीर्थ मुख्य है: हरिद्वार, कुशावर्त, नीलधारा, विल्व पर्वत और कनखल. इस क्षेत्र എന്ന് പറഞ്ഞാൽ എന്താ, ഈ റീജിയനിൽ, ഈ ഏരിയയിൽ 5 തീർത്ഥ് മുഖ്യ ഹെ. തീർത്ഥ് ഹോളി പ്ലേസ് അല്ലേ, 5 പിൽഗ്രിം പ്ലേസുകളുണ്ട് പ്രധാനമായിട്ടുള്ള. അത് ഏതൊക്കെയാ? ഹരിദ്വാർ, കുശാവർത്ത്, നീൽധാര, വില്വ പർവ്വത് ഓർ കൻഖൽ. പേടി ഘാട്ടിൽ സ്നാനം നടത്തുന്നു അല്ലേ. കുശാവർത്തും അതിന് സമീപം തന്നെയാണ്. കുശാവർത്ത് ഭി ഉസിക്കെ പാസ് ഹെ. കുശാവർത്ത് എന്ന് പറയുന്ന സ്ഥലവും അതിന് അടുത്ത് തന്നെയാണ്. നീൽധാര രണ്ടാമത്തെ ഒഴുക്ക്. നീൽധാര നമ്മൾ ആദ്യം പഠിച്ചില്ലേ, ഗംഗാജി ഇടയ്ക്ക് വെച്ചിട്ട് 2 സ്ട്രീമായിട്ട് ഡിവൈഡായി പോകുന്ന പഠിച്ചില്ലേ. ഒന്ന് നീൽധാര എന്നറിയപ്പെടുന്നു, ഒന്ന് ഗംഗാജി എന്ന് തന്നെ അറിയപ്പെടുന്നു. അതിലെ ഒരു ധാരയാണ് നീൽധാര. അപ്പോൾ നീൽധാര ഇവിടുത്തെ തന്നെ രണ്ടാമത്തെ ഒഴുക്ക്. ബിൽവ പർവ്വതം എന്ന് പറയുന്നത് സമീപത്തുള്ള, ബിൽവ പർവ്വത് ഭി പാസ് ഹി ഏക് സുഹാന പർവ്വത് ഹെ. ബിൽവ പർവ്വതം എന്ന് പറയുന്നത് സമീപത്തുള്ള ഒരു മനോഹരമായ ഒരു മല. ജിസ്പർ, അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വില്വ പർവ്വതത്തിൽ ജിസ്പർ വിൽവേശ്വർ മഹാദേവ് കി മൂർത്തി ഹെ. അവിടെ വിൽവേശ്വർ മഹാദേവൻ്റെ പ്രതിമയുണ്ട്. ഓർ കൻഖൽ തീർത്ത് ഇധർ ഹി ഹെ. കൻഖൽ തീർത്ഥം അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ 5 പുണ്യസ്ഥലങ്ങളും ഹോളി പ്ലേസും അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. യഹ് കൻഖൽ തീർത്ത് ബഡ ഉത്തം ഹെ. किसी काल में दक्ष ने यही यज्ञ किया था और यही सती ने शिव जी का अपमान न सहकर अपना शरीर भस्म कर दिया. ഈ കൻഖൽ തീർത്ഥം വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ്. കൂടാതെ വളരെ മിത്തോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ കൻഖൽ. ശിവഭഗവാന്റെയും സതീദേവിയുടെയും കഥ മിക്കവർക്കും അറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അതായത് ദക്ഷൻ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠനായ ഒരു രാജാവിൻ്റെ, പ്രശസ്തനായ ഒരു രാജാവിൻ്റെ മകളായിരുന്നു സതീദേവി. സതീദേവിക്ക് ശിവഭഗവാനോട്, ലോർഡ് ശിവയോട് പ്രണയം തോന്നുകയും എന്നിട്ട് ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്നേഹം നേടുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് അവർ പിന്നെ വിവാഹിതരാകുകയും ചെയ്യുന്നു. എന്നാൽ ഈ സതീദേവിയുടെ പിതാവ് ദക്ഷ മഹാരാജാവിന് ഈ ഒരു ശിവഭഗവാനെ തൻ്റെ മകളെ വിവാഹം കഴിച്ചത് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു ഇഷ്ടമില്ലായിരുന്നു ആ ഒരു ബന്ധത്തോട്. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഈ കൻഖൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയാണ് നമ്മുടെ ഈ പുസ്തകത്തിലുള്ള ആ ഒരു ഭാഗം വരുന്നത്. കൻഖൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു യജ്ഞം നടത്തുന്നുണ്ട്. എല്ലാ ആൾക്കാരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, എല്ലാ രാജാക്കന്മാരെയും ദേവന്മാരെയും ഒക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ യാഗം നടത്തുന്നുണ്ട്. പക്ഷേ സതീദേവിയും ശിവഭഗവാനെയും മാത്രം ആ യാഗത്തിലേക്ക് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഇതൊരു ഇൻസൾട്ടായിട്ട് സതീദേവി മനസ്സിലാക്കുന്നു, തന്നെയും തൻ്റെ ഭർത്താവിനെ ആ സ്ഥലത്തേക്ക് പിതാവ് ക്ഷണിക്കാത്തത്. എന്നാൽ ശിവഭഗവാൻ സതീദേവി വിലക്കുന്നുണ്ട്, അവിടേക്ക് പോകേണ്ടതില്ല എന്ന്. പക്ഷേ അത് കാര്യമാക്കാതെ ദേവി യാഗസ്ഥലത്തേക്ക്, കൻഖലിലേക്ക് പോവുകയാണ്. ദക്ഷയാഗം നടക്കുന്ന കൻഖലിലേക്ക് പോവുകയും
ദേവിയെ കാണുമ്പോൾ തന്നെ പിതാവായ ദക്ഷ മഹാരാജാവ് ഇൻസൾട്ടിങ് വേർഡ്സൊക്കെ പറയാൻ തുടങ്ങിയാണ്. ശിവഭഗവാനെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് ശിവഭഗവാനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ സതീദേവിയോട് പറയുകയാണ്. അപ്പോൾ തൻ്റെ ഭർത്താവിനെ ഇത്രയും ഉള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകൾ പറയുന്നത് കേട്ട് സഹിക്കാൻ വയ്യാതെ സതീദേവി ആ യാഗാഗ്നി, ആ യാഗം നടക്കുന്നതിനുള്ള അഗ്നി ഉണ്ടല്ലോ, ആ യാഗാഗ്നിയിലേക്ക് ആഹുതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ തീയിൽ എരിയുകയാണ് ചെയ്യുന്നത്. തീയിലെരിഞ്ഞ് ഇല്ലാതാവുകയാണ്. തൻ്റെ പ്രിയതമയുടെ വിയോഗവാർത്ത അറിഞ്ഞ ശിവഭഗവാൻ ക്രോധത്താൽ വിറച്ചുകൊണ്ട് താണ്ഡവാടുകയും ക്രോധാഗ്നിയാൽ നാശം വിതയ്ക്കുകയും ചെയ്യുന്നു. ये कनगल तीर्थ बड़ा उत्तम है. किसी काल में दक्ष ने यही यज्ञ किया था और यही सती ने शिव जी का अपमान न सहकर अपना शरीर भस्म कर दिया. ഇവിടെ വെച്ചാണ് ദക്ഷൻ ഒരിക്കൽ യാഗം നടത്തിയത്. കൻകൽ തീർത്ഥം വളരെ ശ്രേഷ്ഠമാണ്. ശിവനെ അപമാനിച്ച് സഹിക്കാതെ സതീദേവി ഇവിടെ തന്നെ തൻ്റെ ശരീരം ദഹിപ്പിച്ചു. यहाँ कुछ छोटे छोटे घर भी बने हैं और भारामल जय कृष्णदास खत्री यहाँ के प्रसिद्ध ധനിക് है. ഇവിടെ ചെറിയ ചെറിയ വീടുകളും ഉണ്ട്. ഭാരാമൽ ജയ് കൃഷ്ണദാസ് ഖത്രി എന്ന് പറയുന്ന ഒരാൾ ഇവിടുത്തെ പ്രശസ്തനായ സമ്പന്നനാണ്. ഹരിദ്വാർ में यह बखेड़ा कुछ नहीं है और शुद्ध निर्मल साधुओं के सेवन योग्य तीर्थ है. ഹരിദ്വാർ में यह बखेड़ा कुछ नहीं എന്ന് പറഞ്ഞാൽ എന്താ? ബഖേഡ എന്ന് പറഞ്ഞാൽ എന്താ? കലഹങ്ങൾ, കലഹ് അല്ലേ? കലഹങ്ങൾ ഒന്നുമില്ല. ഓർ ശുദ്ധ നിർമ്മൽ സാധുവെങ്കിൽ സേവൻ യോഗ്യ തീർത്ഥ ഹേ. നിർമ്മലരായ സന്യാസിമാർക്ക് തീർത്ഥാടനത്തിന് അനുയോജ്യമായ, അല്ലേ, അവർക്ക് തീർത്ഥാടനത്തിന് അനുയോജ്യമായ ഒരു തീർത്ഥസ്ഥലം, ഒരു പവിത്ര സ്ഥലമാണ് ഹരിദ്വാർ. मेरा तो चित वहाँ जाते ही ऐसा प्रसन्न और निर्मल हुआ कि वर्णन के बाहर है. ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് പറഞ്ഞതല്ലേ അദ്ദേഹം, അല്ലേ? റൈറ്റർ ഇതേ സെൻറ്റൻസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞതാണ്. മെരാ തോ ചിത് വഹാം ജാത്തെ ഹി ഏസാ പ്രസന്ന ഓർ നിർമ്മൽ ഹുവാ കി വർണ്ണൻ കെ ബാഹർ ഹെ. ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ് അത്ര സന്തോഷത്തിലും ശുദ്ധിയിലും നിറഞ്ഞു. ആ ഒരു അനുഭൂതി വിവരണം ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്താണ്, അല്ലേ? അതെനിക്ക് വിവരണം ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് വലുതാണത്. मैं दीवान कृपाराम के घर के ऊपर के बंगले पर टिका था. यह स्थान भी उस क्षेत्र में टिकने योग्य ही है. चारों ओर से शीतल पवन आती थी. ഞാൻ ദിവാൻ കൃപാരാമൻ്റെ വീട്ടിന് മുകളിലുള്ള ബംഗ്ലാവിൽ, ഘർക്കെ ഊപ്പർ കെ ബംഗ്ലെ, വീടിന് മുകളിലുള്ള ബംഗ്ലാവിൽ താമസിച്ചു. യഹ് സ്ഥാൻ ബി ഉസ് ക്ഷേത്രമേം ടിക്കനെ യോഗ്യ ഹി ഹെ. ഈ ഒരു സ്ഥലം ആ ഒരു ഏരിയയിൽ, ഉസ് ക്ഷേത്രമേം, ആ ഒരു ഏരിയയിൽ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയായിരുന്നു. ചാരോം ഓർ സെ ശീതൽ പവൻ ആതിഥി. നാല് പാടുന്നും എല്ലായിടത്തുനിന്നും ശീതൽ പവൻ, നല്ല തണുത്ത പവൻ, കാറ്റ്, ആതിഥി, അത് വരുന്നുണ്ടായിരുന്നു. യഹാം രാത്രി കോ ഗ്രഹൺ ഹുവ और हम लोगों ने ग्रहण में बड़े आनंदपूर्वक स्नान किया और दिन में ശ്രീ ഭാഗവത് का പാരായൺ भी किया. ഇവിടെ ഉള്ളപ്പോഴും ഒരിക്കൽ രാത്രി ഗ്രഹൺ, അവിടെ ചന്ദ്രഗ്രഹണം ഉണ്ടായി, അല്ലേ? ആ സമയത്ത് ഉസ് സമയ ഹം ഗ്രഹൺ മേ ബഡെ ആനന്ദപൂർവക് സ്നാൻ കിയ, ഞങ്ങൾ ഗ്രഹണ സമയത്ത് സന്തോഷത്തോടെ സ്നാനം ചെയ്തു. ഓർ ദിൻ മേ ശ്രീ ഭാഗവത് കാ പാരായൺ ഭി കിയ, പകൽ സമയത്ത് ശ്രീ ഭാഗവതം പാരായണം നടത്തി. വൈസെ ഹി മേരെ സംഗ് കല്ലുജി മിത്ത് ഭി പരമാനന്ദി ഥേ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കല്ലുജി എന്ന മിത്ര, സുഹൃത്തും അത്യന്തം സന്തോഷവാനായിരുന്നു. നിദാൻ ഇസ് ഉത്തം ക്ഷേത്രമേ ജിത്തന സമയ ബീത്ത ബഡെ ആനന്ദ് സെ ബീത്ത. അതായത് കാരണം, നിദാനം എന്ന് പറഞ്ഞാൽ റീസൺ, കാരണം. ഈ കാരണം എന്തെന്നാൽ ഈ മഹത്തായ ഈ സ്ഥലത്ത് എത്ര സമയം ചെലവിട്ടോ ആ സമയമെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ചെലവിട്ടത്. एक दिन मैंने श्री गंगा जी के तट पर रसोई करके पत्थर ही पर जल के अत्यंत निकट परोसकर भोजन किया. एक दिन मैंने, ഒരു ദിവസം ഞാൻ ഗംഗാജിക്ക് തട് പർ, ഗംഗയുടെ തീരത്ത് തന്നെ ഭക്ഷണം, രസോയി കർക്കെ, ഭക്ഷണം പാകം ചെയ്തു. പത്തർ ഹി പർ ജൽ കെ അത്യന്ത നിക്കട്ട് പരോസ്കർ ഭോജൻ കിയ. ഭക്ഷണം പാകം ചെയ്തിട്ട് അത് വെള്ളത്തിന് വളരെ അടുത്ത് തന്നെ, വളരെ അടുത്തുള്ള, നിക്കട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു അല്ലെങ്കിൽ നിയർ ബൈ, വളരെ അടുത്തുള്ള ഒരു പത്തർ ഹീപ്പർ, ഒരു കല്ലിൽ തന്നെ പരോസ്കർ എന്ന് പറഞ്ഞാൽ സെർവ് ചെയ്തു, അവിടെ വിളമ്പിയിട്ട് ഭോജൻ കിയ. ജൽക്കെ ഛൽക്കെ പാസ് ഹി ഠണ്ടേ ആതേ ഥേ. വെള്ളത്തിൻ്റെ ഛൽക്കെ എന്ന് പറഞ്ഞാൽ ഈ
നദിയുടെ വളരെ അടുത്ത് ഉള്ളൊരു കല്ലിന് ഇരുന്നല്ലേ കല്ലിൽ വിളമ്പിയിട്ട് അവിടെ ഇരുന്നല്ലേ കഴിക്കുന്നത്, വളരെ ചേർന്ന്. അപ്പോൾ ഈ ഒഴുകുന്ന വെള്ളം ഓവർഫ്ലോ ചെയ്തും സ്പില്ല് ചെയ്തുമൊക്കെ ഈ തട്ടിലേക്ക് വരുമല്ലോ, തീരത്തേക്ക് വരുമല്ലോ. അപ്പോൾ ജൽക്കെ ആ വെള്ളത്തിൻ്റെ അങ്ങനെ വരുന്ന ചെറിയ ഈ തരംഗങ്ങൾ തണുപ്പോടെ വളരെ തണുത്ത ഈ തരംഗങ്ങൾ അടുത്തടുത്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ക്ലോസ് ആയിട്ടാണ്, റിവറിന് ക്ലോസ് ആയിട്ടാണ് ഈ തീരത്ത് ഇവർ ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. ഉസ് സമയക്കെ പത്ഥർ पर का भोजन का सुख सोने की दाल के भोजन से कहीं बटके था. അന്നത്തെ ആ സമയത്തെ കല്ലിന്മേലുണ്ടായിരുന്ന പത്ഥർ पर का ഭോജൻ കാ സുഖ്, കല്ലിന്മേൽ വിളമ്പിയിട്ട് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ ആ ഒരു സന്തോഷവും എല്ലാം ഉണ്ടല്ലോ, സുഖവും, അതൊന്നും സോനേക്കി ദാൽ, സ്വർണ്ണത്തളികയിൽ ഉള്ള ഭക്ഷണത്തേക്കാൾ വളരെ മികച്ചതായിരുന്നു, വളരെ മഹത്തരമായിരുന്നു. സോനേക്കി ദാൽ കെ ഭോജൻ സെ കഹി ബട്കേ ദേ. ഈ കല്ലിൽ വിളമ്പി കഴിച്ച ഭക്ഷണം സ്വർണത്തിൻ്റെ ഒരു തളികയിൽ നമ്മൾ ഭക്ഷണം വിളമ്പി കഴിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാളൊക്കെ വളരെ വലിയൊരു സന്തോഷമാണ് അവർക്ക് കൊടുത്തത്. चित्त में बारंबार ज्ञान वैराग्य और भक्ति का उदय होता था. ചിത്തമേ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ബാരംബാർ ഞാൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് നോളജ് അല്ലേ, നോളജ് റിപ്പീറ്റഡ് ലേണിങ്ങിലോട്ട് നമുക്കുണ്ടാകുന്ന ഒരു അറിവ്, അതാണ് ബാരംബാർ ഞാനെന്ന് പറഞ്ഞാൽ നോളജ് ലേൺഡ് അഗൈൻ ആൻഡ് അഗൈൻ, അല്ലെങ്കിൽ റീറ്ററേറ്റഡ് ലേണിംഗ്, വീണ്ടും ലേൺ ചെയ്ത് ഉണ്ടാകുന്ന അറിവിന് എന്താ ഒരു പ്രത്യേകത, ആ അറിവ് നമുക്ക് ഒരിക്കലും നശിക്കില്ല അല്ലേ, ആ അറിവ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. പിന്നെ അതിൽ സംശയത്തിൻ്റെ ഒന്നും ഒരു കണിക പോലും ഉണ്ടാകില്ല. അങ്ങനെയുള്ള അറിവും പിന്നെ വൈരാഗ്യ ഓർ ഭക്തി കാ ഉദയ് ഹോതാ ഥാ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സന്യാസിക്ക് വേണ്ട ഗുണങ്ങളിലൊന്നാണ് എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇമോഷണലി ഓർ മെൻ്റലി സെപ്പറേറ്റ് ഫ്രം വേൾഡ്ലി ഡിസൈഡ്സ് അല്ലേ, ഈ ഭൗതിക ലോകത്തുള്ള ആഗ്രഹങ്ങളോടൊക്കെയുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അതിൽ നിന്ന് നമ്മൾ ആകർഷരാകാതെ അതിനോടൊക്കെ ഒരു വേറിട്ട് നിൽക്കുന്ന, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ, അതിനോടൊന്നും നമുക്ക് അധികം ഒരു അത്യാർത്ഥിയോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. പിന്നെ ഡിസ്പാഷൻ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓർ ഡിസയർ ഫോർ വേൾഡ്ലി തിങ്സ്, എല്ലാത്തിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഒന്നിനോടും നമുക്ക് കെട്ടുപാടുകൾ ഉണ്ടാകില്ല, ഈ ഭൗതികമായ ഒന്നിനോടുള്ള ഒരു കെട്ടുപാട് ബന്ധനം ഒന്നും ഉണ്ടാകില്ല. അത് അപ്പോൾ ബാരംബാർ ഞാൻ ചിത്തുമേ, മനസ്സിൽ നിറയെ ബാരംബാർ ഞാൻ വൈരാഗ്യ ഓർ ഭക്തിക ഉദയ് ഹോതാ ഥാ. ഇതുപോലുള്ള വളരെ മികച്ച ഓരോ ക്വാളിറ്റീസ് മനസ്സിൽ ഉദയ് ഹോന, അപ്പിയർ ചെയ്യാൻ തുടങ്ങി, എമർജ് ചെയ്യാൻ തുടങ്ങി അല്ലേ, ഇവിടുത്തെ ഈ ഒരു യാത്ര കൊണ്ട്. ഇവിടെ ഛഗഡേ ലഡായി കാ കഹി നാം ഭി നഹി ഥാ. മറ്റൊരു ക്വാളിറ്റി എന്താ, അവിടുത്തെ ഛഗഡേ ലഡായി, കലഹങ്ങളോ വഴക്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഛഗഡേ ലഡായി കാ കഹി നാം ഭി നഹി ഥാ, അതിൻ്റെയൊക്കെ ഒന്ന് പേര് പോലും കേൾക്കാനുണ്ടായിരുന്നില്ല അല്ലേ, വഴക്കെന്നോ കലഹമെന്നോ ഉള്ള. यहाँ और भी कई वस्तु अच्छी बनती है, जनेऊ यहाँ का अच्छा महीन और उज्ज्वल बनता है. ജനേവു എന്ന് പറഞ്ഞാൽ എന്താ, ജനേവു സീക്രട്ട് ത്രെഡ്, ഒരു പരിശുദ്ധമായ ഒരു ചരട് അല്ലേ. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ജനേവു ഉപനയൻ, ബ്രാഹ്മിൺസിൻ്റെയൊക്കെ ഉപനയനം എന്നൊരു ചടങ്ങ് നിങ്ങൾ കണ്ടിട്ടില്ലേ, പൂണൂൽ ഇടുന്ന, അതുപോലുള്ള ഒരു സീക്രട്ട് ത്രെഡാണിത്. ഇതിന് സാൻസ്ക്രിറ്റിൽ യജ്ഞോപവീത എന്നൊരു പേരുണ്ട്, യജ്ഞോപവീത ഈ ജനേവുവിന്. അപ്പോൾ ആ ഒരു സീക്രട്ട് ത്രെഡ് ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന ജനേവു എപ്രകാരമുള്ളതാ, അച്ഛ മഹീൻ ഓർ ഉജ്വൽ ഹോത്താ ഹെ. അച്ഛ എന്ന് പറഞ്ഞാൽ മഹീൻ, ശരിക്കും മഹീൻ എന്ന് പറഞ്ഞാൽ എന്താ, ബഹുത് പത്തല, ഫൈൻ, തിന്നായിട്ടുള്ള, വളരെ നേർത്തതും, ഉജ്വൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വളരെ നല്ലൊരു ജനേവുമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ യഹാം കി കുഷ സബ്സെ വിലക്ഷൺ ഹോത്തി ഹെ जिसमें से दालचीनी जावित्री इत्यादि की अच्छी सुगंध आती है. കുഷ, യഹാം കി കുഷ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന, പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരുതരം ഘാസാണ്, പുല്ല്. യഹാം കി കുഷ സബ്സെ വിലക്ഷൻ ഹോത്തി ഹെ, വളരെ യുണീക്കും എക്സെപ്ഷണലും ആയിട്ടുള്ള ഒരു ഘാസാണത്. ജിസ്മേ, എന്താ അതിനെ എക്സെപ്ഷണൽ ആക്കുന്നത്, യുണീക്ക് ആക്കുന്നത്, ജിസ്മേ ദാൽചീനി ജാവിത്രി ഇത്യാദിക്ക് അച്ചി സുഗന്ധ് ആദി ഹേ. ദാൽച്ചീനി എന്ന് പറഞ്ഞാൽ സിന്നമൺ, നമ്മുടെ കറുവപ്പട്ട, അതിൻ്റെ പിന്നെ ജാവിത്രി എന്ന് പറഞ്ഞാൽ ജാതിക്ക, നട്ട്മെഗ്, ദാൽച്ചീനിയുടെയും ജാവിത്രിയുടെയും സിന്നമണ്ണിൻ്റെയും നട്ട്മെഗിൻ്റെയും ഒക്കെ സുഗന്ധം, അച്ചി സുഗന്ധ അദ്ദേഹം, ഈ പുല്ലിൽ, ഈ ഘാസിൽ, ഈ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന കുഷ എന്ന പേരുള്ള ഈ ഘാസിൽ സിന്നമണ്ണിൻ്റെയും പിന്നെ നട്ട്മെഗിൻ്റെയൊക്കെ സുഗന്ധം
വരാറുണ്ട്, സുഗന്ധമുണ്ട്. അപ്പോൾ അത് വളരെ ഒരു എക്സെപ്ഷണൽ വിലക്ഷൻ ആയിട്ടുള്ള ഒരു ഘാസാണ്. എൻ്റെ പേരാണ് കുശ. मानो यह प्रत्यक्ष प्रकट होता है कि यह ऐसी पुण्य भूमि है कि यहाँ की घास भी ऐसी സുഗന്ധമയി है. അല്ലേ, ഇത് ഇത്ര വിശുദ്ധമായൊരു സ്ഥലമാണെന്ന് നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാം. ഈ കാരണം കൊണ്ട് എന്താണ്, ഇവിടുത്തെ പുല്ല് പോലും വളരെ സുഗന്ധം നിറഞ്ഞതാണ്. യഹാം की घास भी ऐसी सुगंधमयी है. निदान यहाँ जो कुछ है अपूर्व है और यह भूमि साक्षात विरागमय साधुओं और विरक्तों के सेवन योग्य है. निदान यहाँ जो कुछ है എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇൻ ദ എൻഡ്, അല്ലേ, ഇൻ ദ എൻഡ് വാട്ട് എവർ എക്സിറ്റ്സ്, ഒടുവിൽ പറയേണ്ടത് ഇവിടെ ഉള്ളതെല്ലാം അപൂർവ ഹെ, അത്യപൂർവമാണ്. और यह ഭൂമി സാക്ഷാത് വിരാഗമയ സാധുവും, ഈ ഭൂമി ശരിക്കും വിരാഗമയ സാധു. വിരാഗമയ എന്ന് പറഞ്ഞാൽ എന്താ, മോഹമുക്ത്. വൈരാഗ്യം എന്താണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് മനസ്സിലാക്കിയില്ലേ, ഈ ഫ്രീ ഫ്രം ഓൾ വേൾഡ്ലി ഡിസയേഴ്സ്, അല്ലേ, ഈ ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടിയ ആ ഒരു അവസ്ഥയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിരാഗമായി, പൂർണ്ണമായും വൈരാഗ്യ അവസ്ഥ നേടിയ സാധു, സെയിൻറ്റ്, മോങ്ക്, സെയിൻസിന് വേണ്ടിയും, പിന്നെ വിരക്തവും എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, അതും സന്യാസിമാർ തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി, മെറ്റീരിയൽ വേൾഡിൻ്റെ മോഹവലയത്തിലൊന്നും പെട്ട് അട്രാക്റ്റ് ആവാത്ത ആൾക്കാർ, അതൊന്നും അവരെ ഒന്നും മോഹിപ്പിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും അനുയോജ്യമായ ഒരു തീർത്ഥ ഭൂമി തന്നെയാണിതെന്ന് നമുക്ക് അൾട്ടിമേറ്റ്ലി പറയാം. ഇവിടെ ഉള്ളതെല്ലാം അത്യപൂർവമാണ്. അത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലവുമാണിത്. और संपादक महाशय, എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം ലെറ്റർ. और संपादक महाशय, मैं चित्त से तो अब तक वहीं निवास करता हूँ और अपने वर्णन द्वारा आपके पाठकों को इस पुण्य भूमि का वृत्तांत विदित करके മൗനാവലംബൻ കർത്താഹു. അതായത് സമ്പാദക് മഹാശയ്, മഹാശയ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റഡ് കൂടി പറയാം, റെസ്പെക്റ്റഡ് എഡിറ്റർ എന്നുള്ളൊരു അർത്ഥത്തിൽ പറയാണ്, ബഹുമാനത്തോടു കൂടി. മേ ചിത്ത് സേ തോ ആബ് തക് വഹീം നിവാസ് കർത്താഹും, എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സുകൊണ്ട് ഞാനിപ്പോഴും വഹീം, അവിടെയാണ്, അവിടെ ഹരിദ്വാറിലാണ്, അല്ലേ, വഹീം നിവാസ് കർത്താഹും, അവിടെ താമസിക്കണം. നിവാസ് കർണ എന്ന് പറഞ്ഞാൽ ടു റിസൈഡ്, ടു ഡ്വെൽ എന്നൊക്കെയാണ്, അവിടെ ആണ് ഞാൻ. और अपने वर्णन द्वारा आपके पाठकों को इस पुण्यभूमि का वृत्तांत विदित करके മൗനാവലംബൻ करता हूँ. എൻ്റെ വിവരണത്തിലൂടെ ആപ്കെ പാഠകോങ്കോ, താങ്കളുടെ പാഠകം എന്ന് പറഞ്ഞാൽ റീഡേഴ്സ്, ഈ പത്രികയുടെ റീഡേഴ്സ് ഇല്ലേ, പത്രികയുടെ പാഠകം, റീഡേഴ്സിന് ഈ പുണ്യഭൂമിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ വായനക്കാരോട് പങ്കുവെച്ച ശേഷം ഞാൻ മൗനം പാലിക്കുന്നു. ഞാൻ പുണ്യഭൂമി കാ വൃത്താന്ത് എന്ന് പറഞ്ഞാൽ നറേറ്റീവ്, വിദിത് കർക്കെ, വിദിത് കർണ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ട്, അവരെ ടു ഇൻഫോം അല്ലെങ്കിൽ ഷെയർ എന്നാണ്, അവരുമായിട്ട് പങ്കുവെച്ച ശേഷം മൗനാവലംബൻ കർത്താഹുവും. മൗനാവലംബൻ എന്ന് പറഞ്ഞാൽ സൈലൻ്റായിട്ട്, ആ ഓർമ്മകളിലിങ്ങനെ സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്. ഒരു സൈലൻറ്റ് സപ്പോർട്ട് എന്നൊക്കെ നമുക്ക് പറയാം, സൈലൻറ്റ് സപ്പോർട്ട്. നിശ്ചയ ഹേ കി ആപ് ഇസ് പത്ര കോ സ്ഥാൻ ദാൻ ദീജിയേഗ. നിശ്ചയ ഹേ കി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സർട്ടൻ, തീർച്ചയായും. ആപ് ഇസ് പത്ര കോ സ്ഥാൻ ദാൻ ദീജിയേഗ, നിങ്ങൾ ഈ കത്തിന് സ്ഥാൻ ദാൻ ദേന എന്ന് പറഞ്ഞാൽ ഗിവ് ഇറ്റ് എ പ്ലേസ് അല്ലെങ്കിൽ ഗിവ് ഇറ്റ് ഇമ്പോർട്ടൻസ്, ഈ കത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കും, അതിന് വേണ്ട അതിനൊരു സ്ഥാനം കൊടുക്കുമെന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ കത്ത് തീർച്ചയായും നിങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അദ്ദേഹത്തിൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നത്. ആപ്കാ മിത്ര യാത്രി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ലേഖക് സേ പരിചയ് എന്നൊരു പോർഷൻ ഉണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. നിജ ഭാഷ ഉന്നതി അഹൈ സബ് ഉന്നതി കോ മൂൽ का उद्घोष करने वाले भारतेंदु हरिश्चंद्र ने कविता, नाटक, निबंध और यात्रा वृत्तांत आदि उनकी अनेक विधाओं में लेखन कार्य किया. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ ഒരു ഉദ്ഘോഷ് എന്ന് പറഞ്ഞാൽ പറയുമായിരുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിജഭാഷ ഉന്നതി. നിജ് എന്ന് പറഞ്ഞാൽ വൺസ് ഓൺ അല്ലെങ്കിൽ സ്വന്തം ഭാഷ, സ്വന്തം ഭാഷയുടെ ഉന്നതി എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഗ്രസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്, സ്വന്തം ഭാഷയുടെ ഡെവലപ്മെൻറ്റ് ആണ് അഹൈ എന്ന് പറഞ്ഞാൽ ഹേ എന്നുള്ള മീനിങ്ങാണ്. ഹേക്ക് പകരമുള്ളൊരു വേർഡായിട്ടാണ് അഹൈ പറഞ്ഞിരിക്കുന്നത്. നിജഭാഷ ഉന്നതി അഹൈ സബ് ഉന്നതി കോ മൂൽ. സ്വന്തം ഭാഷയുടെ പുരോഗതിയാണ് സകല പുരോഗതിയുടെയും അടിസ്ഥാനം
എന്നാണ് അദ്ദേഹം ഉദ്ഘോഷിച്ചത്. കവിത, नाटक, निबंध और यात्रा वृत्तांत आदि अनेक विधाओं में ലേഖൻകാരി കിയ. ഏതൊക്കെ പല വിധത്തിലുള്ള അനേക വിധാവും, പല വിധാവ് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ഈ സാഹിത്യത്തിൻ്റെ രൂപങ്ങൾ, അതായത് കവിത, ലിറ്ററേച്ചറിൻ്റെ കവിത, നാടക, നിബന്ധം എന്ന് പറഞ്ഞാൽ എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ, और യാത്രാ വൃത്താന്ത്, യാത്രാ വിവരൺ, അങ്ങനെ പല രീതിയിലുള്ള രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അനേക വിധാവും പല കാറ്റഗറിയിലുള്ള രചനകൾ. ഇന്നൊന്നെ കവി വചൻ സുധ, हरिश्चंद्र मैगजीन, हरिश्चंद्र चंद्रिका और स्त्रियों के लिए बालाबोधिनी पत्रिकाएं प्रकाशित की. इनकी रचनाओं में समाज सुधार, राष्ट्र प्रेम, अंग्रेजी शासन का विरोध, स्वाधीनता की भावना के स्वर सुनाई देते हैं. അദ്ദേഹത്തിൻ്റെ രചനകളിൽ എന്തൊക്കെയാണ് മെയിനായിട്ടും അദ്ദേഹം ഡീൽ ചെയ്യുന്നത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത്? സമാജ് സുധാർ എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ റിഫോം, ഇംപ്രൂവിങ് സൊസൈറ്റി, നമ്മുടെ സമൂഹത്തെ പരിഷ്കരിക്കുന്നതിനുള്ള ഒരു ശ്രമം. പിന്നെ രാഷ്ട്രപ്രേം, ദേശഭക്തി. പിന്നെന്താ ഉള്ളത്? അംഗ്രേസി ശാസൻ കാ വിരോധ്. അംഗ്രേസി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് റൂളിന് അഗൻസ്റ്റ് ആയിട്ടുള്ള അവരോടുള്ള വിരോധം, ഇംഗ്ലീഷ് ഭരണത്തിനെതിരെയുള്ള വിരോധം. സ്വാധീനതാക്കി ഭാവന എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം, അല്ലേ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ ഒരു സ്പിരിറ്റ്, അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക്, അങ്ങനെയുള്ള സബ്ജക്റ്റ്, അങ്ങനെയുള്ള ആശയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആധുനിക ഹിന്ദി സാഹിത്യ കാ ജനക് മാന ജാത ഹെ. ആധുനിക ഹിന്ദി സാഹിത്യത്തിൻ്റെ ജനക് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് മോഡേൺ ഹിന്ദി ലിറ്ററേച്ചർ, അല്ലേ? ആധുനിക ഹിന്ദി സാഹിത്യത്തിൻ്റെ പിതാവെന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. സത്യ ഹരിശ്ചന്ദ്ര, ഭാരത് ദുർദശ, അന്ധേർ നഗരി और सरयू पार की യാത്ര ഇൻകി ഉല്ലേഖനീയ കൃതിയാം ഹെ. അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ റിമാർക്കബിൾ, സിഗ്നിഫിക്കൻറ്റ്, വർത്ത് മെൻഷനിങ് ആയിട്ടുള്ള കൃതികൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ സത്യ ഹരിശ്ചന്ദ്ര, ഭാരത് ദുർദശ, അന്ധേർ നഗരി और सरयू पार की യാത്ര. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉല്ലേഖനീയ കൃതിയാം. അപ്പോൾ എല്ലാവർക്കും ഈ എക്സ്പ്ലനേഷൻ വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ and please share this video if you found it really helpful. Thank you.